എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇതാ അപ്പോൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കലത്തപ്പം. അപ്പോൾ എത്ര പേര് റിക്വസ്റ്റ് ചെയ്തെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. കുറേ നാളുകളായിട്ട് ഞാൻ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിക്കായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുവരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഇപ്പോൾ 100% ഉറപ്പുള്ള റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതിൻ്റെ ചെറിയ ചെറിയ പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറയാം ചെറിയതായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന് ചോദിക്കാം ചിലപ്പോൾ. പക്ഷേ ഈ റെസിപ്പിക്കൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് 100% ഓക്കെ ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് 2 പേരുണ്ട്, കവിത, അതുപോലെ തന്നെ നൈസി, അതുപോലെ തന്നെ യൂട്യൂബ് നമ്മുടെ ഫോളോവർ ആയിരിക്കുന്ന ഒരു ആൻറ്റി ഉണ്ട്, നിർമ്മല ആൻറ്റി. എല്ലാവരോടത്തും ഞാൻ ഈ സമയത്ത് നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് അരിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി കൈമ റൈസ് ആണ്. അതായത് ജീരകശാല അരി എന്ന് പറയില്ലേ, നമ്മൾ തലശ്ശേരി ബിരിയാണി ഒക്കെ ചെയ്യുന്ന അരി, ചെറിയ ടൈപ്പ് അരി, അതാണ് ഏറ്റവും ബെസ്റ്റ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി യൂസ് ചെയ്യാം. ബാക്കി അരികളൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇഡലി അരി യൂസ് ചെയ്യാൻ പറ്റുമോ ചേച്ചി, അതുപോലെ തന്നെ മസൂരി അരി യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അതെനിക്കറിയില്ല. ഞാൻ ഈ പച്ചരിയും അതുപോലെ തന്നെ ഈ കൈമ റൈസും മാത്രമേ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളൂ. അതിലെനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയിട്ടുള്ളത് ഈ കൈമ റൈസാണ്. അപ്പോൾ ഞാനിവിടെ നിറബറയുടെ ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1 ഗ്ലാസ് അരിയുടെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നന്നായി വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത അരിയാണിത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമുക്കതിലോട്ട് അരി ഇട്ട് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഓവർനൈറ്റ് വേണമെങ്കിൽ സോക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേസമയം 1 മണിക്കൂർ മാത്രം സോക്ക് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് അരി കുതിരണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാം. അതേസമയം നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക വെള്ളത്തിലിട്ടതിന് ശേഷം. അപ്പം എന്ത് ചെയ്യണം, പഴയ വെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അരി. എന്നിട്ട് ആവശ്യം എപ്പോഴാണോ ആ സമയത്തിന് 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കുക. അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം 2-3 പ്രാവശ്യം അരി കഴുകി അരിയുടെ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അരി കൂടുതൽ സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ, അതും പ്രത്യേകിച്ച് ഒരേ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അരിക്കൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ഏലക്കായാണ്. ഏലക്കായയുടെ കുരു മാത്രം, തൊലി കളയുക, കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏലക്കയുടെ മൊത്തത്തിലുള്ള ഏലക്കായ ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പം അതും ഒരു നുള്ളു മാത്രം, ഒരുപാട് ഇടണ്ട. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ അങ്ങ് മുന്നോട്ട് നിൽക്കും. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ കേട്ടോ. പക്ഷെ ഞാൻ ഒരിക്കലും ഒരുപാട് ചേർക്കാറില്ല. 1 ഏലക്ക മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ, പ്രത്യേകിച്ചും തൊലി കളഞ്ഞിട്ട്. ഇനി പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ള് നല്ല ജീരകം, അതായത് എന്താ ചെറിയ ജീരകം എന്ന് പറയും, ക്യുമിൻ സീഡ്സ്. അതേപോലെ തന്നെ ഇപ്പോൾ ക്യുമിൻ സീഡ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ അത് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഇതിൻ്റെ കണക്ക്. പക്ഷേ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഇതിൽ ഒരുമിച്ച് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളത്തിൽ അരയ്ക്കുക, അതിനുശേഷം വീണ്ടും ബാക്കിയുള്ള വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മഷി പരുവത്തിൽ അരച്ച് കൊണ്ടുവരാം. ഞാൻ അതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ മറന്നുപോയി. 1 ടേബിൾ സ്പൂൺ ചോറ്. ഞാനിപ്പോൾ ഇവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് ആവണ്ട. ഞാൻ ചോറില്ലാണ്ട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ട്രഡീഷണൽ റെസിപ്പി അനുസരിച്ച് ചോറ് ഇതിൽ ചേർക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോറാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഞാൻ നേരത്തെ മറന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇട്ടോളൂ. പിന്നെ ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അയ്യോ ഇതെന്താ ചേച്ചി വെള്ളം കൂടിപ്പോയെന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ഈ ഒരു അളവിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് തന്നെയാണ് തോന്നിയത്. കാരണം അയ്യോ ഇത് എങ്ങനെ ഇത്ര വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ.
അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ശർക്കരയുടെ അളവ് ഡിപ്പെൻസ്. ഞാനിവിടെ 250, അതായത് 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 300 ഗ്രാം വരെ ആവാം. പക്ഷേ ഇതൊരു മീഡിയം മധുരമാണ് കേട്ടോ. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ നമുക്കങ്ങ് പെട്ടെന്ന് അങ്ങ് മടുപ്പ് തോന്നുന്നത് കഴിക്കുമ്പോൾ. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറുള്ള ശർക്കര ഉണ്ടെങ്കിലാണ് നമ്മുടെ കലത്തപ്പം കാണാൻ നല്ല ചന്ത ഉണ്ടാവുക. അതേസമയം നിങ്ങളുടെ അടുത്ത് ഈ കളർ ശർക്കര ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാരണ ശർക്കര ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഉണ്ട ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചിട്ടേക്കുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന ശർക്കരയില്ലേ, കട്ട ബ്ലോക്സ് ആയിട്ട് കിട്ടുന്ന ശർക്കരയാണെന്നുണ്ടെങ്കിൽ 1/2 കിലോന്റെ ശർക്കരയുടെ പാക്കറ്റ് വാങ്ങിക്കുക, അതിൽ പകുതി എടുക്കുക. അപ്പോൾ ഇതിൽ 6 കട്ട ശർക്കര ഉണ്ട്, അത് 3 കട്ട ശർക്കര എടുത്താൽ മതി. അപ്പോൾ ഏകദേശം അളവ് ശരിയാവും. 250 ഗ്രാം ശർക്കര നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ആ ശർക്കര എടുക്കുക. എന്നിട്ട് ശർക്കര ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നിരിക്കുന്നത് ആ സെയിം ഗ്ലാസ് തന്നെ നിങ്ങൾ എല്ലാ മെഷർമെന്റ്സിനും ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഉപയോഗിച്ച് 240 ml ഗ്ലാസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഏത് ഗ്ലാസ്, ഇപ്പൊ 250 ml ഗ്ലാസ്സിലാണെങ്കിൽ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എല്ലാ അളവ് എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അരിയാണെങ്കിലും വെള്ളമാണെങ്കിലും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് ഉരുക്കിയെടുക്കാം. അപ്പൊ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതേസമയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ശർക്കര ഉരുക്കാൻ പാടില്ല. ശർക്കര ഉരുകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളികേരക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം, അതുപോലെ തന്നെ ചെറിയുള്ളി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു പാൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ഈ സംഭവങ്ങളൊക്കെ കുക്കറിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ കുക്കറിൽ ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കുക്കറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് വേറൊരു പാനിലാണ്. അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലും ചെയ്യാം. നെയ്യിൽ വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇത് നെയ്യിൻ്റെ സ്മെല്ലിങ് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല ഈ കലത്തപ്പം നമ്മൾ ഒത്തൻറ്റിക് രീതിയിൽ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വറക്കുന്നതും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് മീഡിയം ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കണം. നാളികേരക്കൊത്ത് എന്ന് പറയുമ്പോൾ വളരെ നൈസായിട്ട് അരിയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അല്ലാണ്ട് പായസത്തിൽ ഇടുന്ന പോലെ വലുതായിട്ട് വീതിയിൽ ഇടാൻ പാടില്ല. ഓക്കെ, നമുക്കിത് ഇട്ട് കൊടുക്കാം. തീ മീഡിയത്തിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ട വശം തന്നെ നമ്മുടെ നാളികേരക്കൊത്ത് അങ്ങ് കരിഞ്ഞു പോകും. അതേസമയം കറക്റ്റ് ആയിട്ടുള്ള പരുവായിട്ടുണ്ടാവില്ല. ഇതിനിടയ്ക്ക് കൂടെ നമ്മുടെ ശർക്കര നോക്കാൻ മറക്കരുത് കേട്ടോ. ശർക്കര ഉരുകിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് അങ്ങ് ഓഫ് ചെയ്തിടാം. ഓക്കെ, കുറച്ചും കൂടെ ഉരുകാനുണ്ട്. നാളികേരക്കൊത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളികേരക്കൊത്ത് ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചിലവർ ഇതിലേക്ക് ഉണക്കമുന്തിരി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഉപയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ചെറിയുള്ളിയും നാളികേരക്കൊത്തും മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറിയുള്ളിയുടെ മണം ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ട്രഡീഷണൽ രീതിയിലാണെങ്കിൽ ചെറിയുള്ളിയും നാളികേരക്കൊത്താണ് നമ്മൾ സാധാരണ രീതിയിൽ പണ്ട് കാലത്തൊക്കെ കലത്തപ്പത്തിൽ ആഡ് ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഇൻഗ്രീഡിയൻസ് കേട്ടോ. പിന്നെയാണ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വന്നേക്കുന്നത്. ഞാൻ ഉമ്മമാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പഴയ രീതിയിലാണ് എനിക്ക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നത്. പക്ഷെ അവർക്ക് അളവൊന്നും പറയാൻ അറിയില്ല. അപ്പം ഞാനിങ്ങനെ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്കങ്ങോട്ട് മുഴുവൻ മനസ്സിലാവുണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇത്രയും ലൂസാണ് ഇതിൻ്റെ ബാറ്റർ എന്ന് പോയിരുന്നില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ തിക്കായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത്. അതായിരുന്നു ഇത്രയും കാലം എനിക്ക് കലത്തപ്പം ശരിയാവാതിരുന്നതും. പിന്നെയാണ് അത് മനസ്സിലായത്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്ത കവിത, നിർമ്മല ആൻറ്റി, അതുപോലെ തന്നെ നൈസി, ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ നാളികേരം അത്യാവശ്യം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് എടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞ പോലെയാവും, അത് ശരിയാവില്ല. പുറത്ത് എടുക്കുമ്പോൾ കളർ വന്നോളും. അപ്പോൾ ഇതങ്ങ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3 ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. ഒരുപാട് ചെറിയുള്ളി ഒന്നും വേണ്ട, 3 എണ്ണം മാത്രം മതിയാവും. ഇത് ഇതുപോലെ തന്നെ ഗോൾഡൻ കളർ ആവും. ഓഫ് ചെയ്തെടുക്കും. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ ശർക്കര പാനി ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം അത് എല്ലാം ഉരുകിയിട്ടുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കണം. ഈ ഉള്ളിയും കൂടെ വഴണ്ടതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം. ചെറിയുള്ളിയും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, ഈ എണ്ണ കളയാൻ പാടില്ല, കാരണം ഈ എണ്ണയും കൂടെ വേണം നമുക്ക്. കാരണം ചെറിയുള്ളിയുടെയും ഈ നാളികേരത്തിൻ്റെ ഒക്കെ നല്ല ഫ്ലേവറുള്ള എണ്ണയാണ്. അപ്പോൾ ഇനി കുക്കറിലോട്ട് ഒഴിക്കുമ്പോൾ ഈ എണ്ണയും കൂടെ ഒഴിക്കണം നമ്മുടെ ബാക്കിയുള്ള എണ്ണയുടെ കൂട്ടത്തിൽ കൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. ഏത് ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. ശർക്കര പാനി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടുണ്ടായിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എല്ലാ പ്രൊസീജിയറും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എടുക്കേണ്ടത് കുക്കറാണ്. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ കുക്കറല്ലാതെ ഓപ്പൺ ആയിരിക്കുന്ന കുക്കറില്ലേ, അതായത് ഈ ഒരു സംഭവം ഇല്ലാണ്ട് ഓപ്പൺ ആയിരിക്കുന്ന കുക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ എൻ്റെ കയ്യിലുള്ള കുക്കർ വലുതാണ്. അപ്പോൾ വലിയ കുക്കറിൽ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തിക്നെസ് ഉണ്ടാവില്ല, ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല.
പിന്നെ മാത്രമല്ല ആവി വരാൻ മുകളിലേക്ക് ആവി വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ കുക്കിംഗ് ടൈമിക്ക് ഡിഫറൻസ് വരാറുണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങളൊരു 5 ലിറ്ററിൽ താഴെയുള്ള കുക്കർ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. മാത്രമല്ല അലുമിനിയം കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റീലിൻ്റെ കുക്കറിൽ എനിക്ക് പലപ്പോഴും പണി കിട്ടിയിട്ടുണ്ട്, താഴെയൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റീലിൻ്റെ കുക്കർ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് കുക്കർ ഇല്ലയെന്ന് വിചാരിക്കുക. കുക്കർ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ നല്ല അടച്ചുറപ്പുള്ള സോസ് പാൻ ഇല്ലേ, നമ്മൾ അടച്ചുറപ്പുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. സെയിം പറയാൻ പോകുന്ന പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ കുക്കർ അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത്. ആ സമയം കൊണ്ട് നമ്മുടെ മാവില്ലേ, അരച്ചു വെച്ചിരിക്കുന്ന മാവിലോട്ട് ഈ ചൂടോട് കൂടിയുള്ള ശർക്കരപ്പാനി ഒഴിക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒഴിക്കാൻ പാടില്ല, നല്ല ചൂടാൻ ആലോചിക്കണം. അപ്പൊ നമ്മൾ ചുമ്മാ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒഴിക്കുന്ന ഭാഗത്ത് മാവ് അങ്ങ് കുക്കായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്ന വശം തന്നെ നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പ്രത്യേകിച്ചും ഓർമ്മിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒഴിക്കാൻ പോവാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടത്തിൽ കൂടെ തന്നെ മിക്സ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ കേട്ടോ. അപ്പം ചൂടോട് കൂടിയിട്ടുള്ള ശർക്കരപ്പാനി മാവിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ മാവങ്ങ് കുക്കായി പോവും. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പാനി ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ ആയാലും മതി. പക്ഷേ മാവ് ചൂടാക്കുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് മാവ് കുക്കായി പോകും. ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അല്പം മാത്രം, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുക്കുക. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡ 2 നുള്ളു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സോഡാക്കാരം അപ്പക്കാരം എന്നൊക്കെ പറയുന്ന സംഭവമാണ് ബേക്കിംഗ് സോഡ. അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാം ഈവനായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാവിന് ചെറിയൊരു ചൂടുണ്ട്, അത് പ്രത്യേകിച്ച് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മുടെ കുക്കർ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഹൈ ഫ്ലെയിമിലാണ് കുക്കർ വെച്ചിരിക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്. ഇതിലത്തെ വെള്ളമൊക്കെ പോയി ഉറപ്പ് വരുത്താം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിലോട്ട് ഞാൻ നമ്മുടെ ചെറുള്ളിയൊക്കെ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ, അതിപ്പോ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അത് കൂടാണ്ട് എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഞാനിവിടെ വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം ഇതിൽ, എന്നാലാണ് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. ഈ സൈഡിലേക്കൊക്കെ ആയിക്കോട്ടെ, കാരണം കുക്കറിന്റെ സൈഡിലേക്ക് ആയി കഴിഞ്ഞാലാണ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുള്ളൂ. സൈഡിൽ നിന്നൊക്കെ പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ കുക്കറിന്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് എത്തിക്കുക. അത് ഇനി നല്ലോണം ചൂടാവണം. ഈ കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ. ഇത് മറക്കരുത്, നമുക്ക് കയ്യിലേക്ക് നല്ല ചൂട് ഫീൽ ചെയ്യണം. പുക വരാൻ പാടില്ല, പക്ഷെ ചൂട് നല്ലോണം ഉണ്ടാവണം. മാവിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മാവിലേക്ക് കുറച്ച് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ അവസാനം മാത്രമാണ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ കുക്കർ. അതിലേക്ക് ചെറിയ ചൂടായിട്ടുള്ള നമ്മുടെ മാവ് അത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ മറക്കരുത്. കുക്കറിന്റെ മൂടിയൊക്കെ അടുത്ത് വെക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്ന കുക്കറിലോട്ട് ഇതാ മാവ് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? 1 2 3. ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നാളികേരവും അതുപോലെ തന്നെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ്. പിന്നെ അവസാനം നമുക്ക് കുറച്ചും കൂടെ വെതറി കൊടുക്കാം. ടൈം നോക്കണം. 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെക്കാൻ പോണത്. അതായത് ഞാൻ കുക്കർ അടക്കിയാണേ. 1.5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്കായതിനു ശേഷം മാത്രം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് ആക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ 1.5 മിനിറ്റ് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ 90 വരെ പതുക്കെ എണ്ണുക. 90 വരെ എണ്ണി കഴിഞ്ഞ് 1.5 മിനിറ്റ് ആവും. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ പ്രത്യേകിച്ച് മറക്കരുത്. ഓക്കെ, കുക്കർ അടയ്ക്കുമ്പോൾ വെയിറ്റ് വെക്കാൻ പാടില്ല, വാഷറൊക്കെ വെക്കണം, അത് മറക്കരുത്. കുക്കറിന്റെ വെയിറ്റ് മാത്രം റിമൂവ് ചെയ്താൽ മതി. 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ കുറയ്ക്കുകയാണ്. തീ കുറച്ചിട്ട് എൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ആണെന്നുണ്ടെങ്കിൽ സിമ്മിലോട്ട് ഇടാൻ മറക്കരുത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഓഫ് ചെയ്യുക. ചൂടില്ലാത്ത അടുപ്പിലോട്ട് നമുക്ക് മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിനി അലാം വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ക്ലോക്കിൽ കറക്റ്റ് ടൈം നോക്കുക. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യാൻ മറക്കരുത്. ആവി വരുന്നത് കാണുന്നുണ്ട്. ആവി വരുന്നത് കാണാൻ പറ്റും കേട്ടോ. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ. ഓക്കെ,
ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ല, പക്ഷെ ആവി ഇങ്ങനെ വരും, ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ തുള്ളികൾ മുകളിലോട്ട് വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ ലോ ഫ്ലെയിം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ മറക്കരുത്, ടൈമും ശ്രദ്ധിക്കാൻ മറക്കരുത്. കൂടുതൽ സമയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റീലിൻ്റെ കുക്കർ മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ സോസ് പാൻ യൂസ് ചെയ്യുക. പിന്നെ 15 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടാറിയിട്ടുള്ള അടുപ്പിലോട്ട് എടുത്താണ് മാറ്റി വെക്കേണ്ടത്. ചൂടുള്ള അടുപ്പിൽ പിന്നെ വെക്കാൻ പാടില്ല കേട്ടോ. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ കുക്കർ ഓഫ് ചെയ്തു. ഞാനിനി ഇവിടെ ഇപ്പോൾ ഈ അടുപ്പിന് ചൂടുണ്ടോ എന്ന് നോക്കുക. ചൂടൊന്നുമില്ല. ചൂടില്ലാത്ത അടുപ്പിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. ഇനി അത് നമുക്ക് താഴെ ചൂടൊന്നും ഇല്ലല്ലോ, അത് ഇരുന്നോട്ടെ. അപ്പോഴേക്കിന് നന്നായി ഉള്ളിലൊക്കെ നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദൈവങ്ങളൊക്കെ പ്രാർത്ഥിക്കട്ടെ, ഈശ്വരന്മാരെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തുറക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് ഇങ്ങനത്തെ കുക്കറിന് ഐറ്റംസ് ഒക്കെ തുറക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. ശരിയാവുന്ന അറിയാം, എന്നാൽ പോലെ ഒരു ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ഐശ്വര്യമായിട്ട് തുറക്കാം. എന്താ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഓക്കെ. അടിപൊളിയായിട്ട് വന്നിരിപ്പുണ്ട്. നല്ല നല്ല കുത്തുകളൊക്കെ വന്ന് അറകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഇത് മുറിക്കുമ്പോൾ മാത്രമേ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോലും കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കുക്കറിനേക്കാളും കുറച്ചും കൂടെ അത്ര വീതി ഇല്ലാണ്ട് കുറച്ചും കൂടെ തിന്നായിട്ടുള്ള കുക്കറാണെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് വരും നമ്മുടെ അപ്പത്തിന്. അപ്പോൾ കുറച്ചും കൂടെ കാണാൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഒരു കുക്കറേ ഉള്ളൂ ഈ ഒരു വലിപ്പത്തിൽ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ കുക്കറിൽ നിന്ന് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അറ്റുള്ളത് കൊണ്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് മാത്രമാണ് ബാക്കിയുള്ള നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ടും അതുപോലെ തന്നെ ചെറിയുള്ളി ഇടാൻ പോകുന്നത്. ഇപ്പം ഇടുന്നില്ല, കാരണം ഇപ്പം ഇടുമ്പോൾ താഴേക്കെല്ലാം പോകും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇത് കുക്കായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നോക്കുമ്പോൾ മിഡിൽ പോർഷൻ വേണം നമുക്ക് ഒന്ന് എന്തെങ്കിലും സ്ക്യൂർ ഇട്ട് കണ്ടിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാൻ. സ്ക്യൂർ ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യണം, ഇത് നന്നായി ചൂടാറട്ടെ. ഇപ്പം ചൂടുണ്ട് അത്യാവശ്യം. തൊട്ട് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെ അമങ്ങി പോകുന്നുണ്ട് സ്പോഞ്ച് പോലെ. അപ്പോൾ കയ്യിൽ അത്യാവശ്യം ആ വെളിച്ചെണ്ണ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോഴേക്കും ഇതങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം നമ്മുടെ കലത്തപ്പം അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് പുറത്തേക്ക് എടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഒരു കത്തി എടുക്കുക, ഈ സൈഡ് ഒന്ന് ഓടിച്ചു കൊടുക്കുക, ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ പുറത്തേക്ക് എടുക്കാം. എൻ്റെ കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല, സൂക്ഷിച്ചെടുക്കുക. പ്ലേറ്റിലോ എന്തിലെങ്കിലും വെച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഉൾവശം ചൂടാറിയതിന് ശേഷം മാത്രം മുറിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആര് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു പോകും. സൂക്ഷിച്ച് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുക. കണ്ട നിറയെ ആര് വന്നിട്ടുണ്ട്. അതായത് നല്ല ഇതേപോലെ ഡിസൈൻസ് ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം എന്ന് നമ്മൾ പറയാം. മാത്രമല്ല തൊട്ട് നോക്കൂ, സ്പോഞ്ച് പോലെയാണ്, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള. ബാക്ക് സൈഡ് നോക്കൂ, ബാക്ക് സൈഡ് ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ എല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മുറിക്കുമ്പോൾ കത്തിയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ആരുകളൊക്കെ കറക്റ്റായിട്ട് കാണുന്ന രീതിയിൽ മുറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് നമ്മൾ നൈബേഴ്സിനൊക്കെ കൊടുക്കണ്ടേ. ഇവിടെ ജാനിന് ഇങ്ങനത്തെ ഐറ്റംസിനോട് വലിയ താല്പര്യം പോരാ. സോഫ്റ്റ് 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 ആയിട്ടുള്ള കലത്തപ്പം എൻ്റെ ഒരു ഡ്രീം കം ട്രൂ ആണെന്ന്. ഡാൻസിങ് ടീയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് കലത്തപ്പം, മര്യാദക്കുള്ള കലത്തപ്പം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വിഗ്ലി 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 ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത്രയും സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ ഇതിൽ. കാരണം നല്ല ക്വാളിറ്റി റൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം കിട്ടും നമുക്ക്. പല അരികളും യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പറയില്ലേ, ഹൈ ക്വാളിറ്റി റൈസ് അതുപോലെ തന്നെ ലോ ക്വാളിറ്റി റൈസ്, അതുപോലെ തന്നെയാണ് കലത്തപ്പത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റി അരി യൂസ് ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. നമ്മുടെ ഈദ് അടിച്ചു പൊളിക്കുക, ഈദ് സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ നോമ്പുതുറ സ്പെഷ്യലായിട്ടോ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീണാസ് കറിവേൾഡ് സ്പെഷ്യൽ കലത്തപ്പം. ഓക്കെ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കഴിക്കാം. കഴിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, ഒരു പീസ് കഴിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മീഡിയം മധുരമാണ്, പെർഫെക്റ്റ് മധുരമാണ് എനിക്ക്. ചിലപ്പോൾ മധുരം കൂടുതലുള്ള ആൾക്കാർക്ക് 300 ഗ്രാമൊക്കെ ഇടേണ്ടി വരും കേട്ടോ ശർക്കര. അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. recording.
വെറുതെ അമ്മ കിമോ വാരി കൊടുക്കുന്നത് ഒരു ഷോട്ട് പോട്ടെ. എന്ത് ചോറ് തന്നതിന്റെ കറി തന്നതിന്റെ കറി ഞാൻ ഉണ്ടാക്കി, ചോറ് മോനെ പൈസ ഞാൻ ഉണ്ടാക്കി. 100 എൻ്റെ ഉണ്ടായിരുന്നു. ആയുഷ് ഭക്ഷണം കഴിച്ച പോയിട്ട്